ഹലോ ഗൈസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം വെള്ളാരുടെ ഡാനി. ഇവിടെ പാലക്കാട് പേഴുങ്കര പുഴ കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിൽ വന്നാൽ കുറച്ച് പാടങ്ങളുണ്ട്. ഇവിടെ ഒരു കനാലിലൊരു മാട് വിട്ട് 2 ദിവസമായി. അങ്ങനെ ഫയർഫോഴ്സ് ആൾക്കാരും നാട്ടുകാരൊക്കെ കൂടിയിട്ടാണ് അതിനെ രക്ഷപ്പെടുത്തിയത്. 2 ദിവസത്തോളമായി ഈ മൂരി ഈ ചെറിയൊരു കനാലിനകത്ത് പെട്ടിട്ട് പുല്ല് കഴിക്കാൻ വേണ്ടി വന്നതാവും. പുല്ല് കഴിച്ച് വയറെന്ന് പറഞ്ഞപ്പോൾ ചെറുതായിട്ടൊന്ന് ഉറങ്ങാമെന്ന് പറഞ്ഞാൽ കിടന്നതാണെങ്കിലോ ചെറിയൊരു കനാലിനകത്തും ഉറങ്ങി എണീച്ചപ്പോൾ ആൾക്ക് എണീച്ച് പുറത്തു പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ആൾ ഒരുപാട് വട്ടം ശ്രമിച്ചു നോക്കി മുകളിൽ കയറാൻ വേണ്ടിയിട്ട്, പക്ഷെ പറ്റുന്നില്ല. അങ്ങനെ ആൾ കയറാൻ ശ്രമിച്ചു വല്ലാതെ അങ്ങോട്ട് തളർന്നു പോയി. അങ്ങനെ ആ വഴി പോകുന്ന ആരോ ഒരാൾ കണ്ടിട്ടാണ് അവസാനം ഫയർ സർവീസിന് ഫോൺ വിളിച്ച് കാര്യം അറിയിക്കുന്നത്. കേട്ട ഉടൻ തന്നെ ഫയർ സർവീസ് വണ്ടി എടുത്ത് വേഗം വന്നു. അതേപോലെ തന്നെ അവിടെയുള്ള നാട്ടുകാരും അവിടെ തന്നെ അങ്ങോട്ട് കൂടി. പിന്നെ നാട്ടുകാരും ഫയർ സർവീസും എല്ലാവരും കൂടി ചേർന്ന് അതിനെ എങ്ങനെയെങ്കിലും മുകളിലേക്ക് കയറ്റാൻ വേണ്ടി കുറേ നേരം പരിശ്രമിച്ച് കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ആ ഇരിക്കുന്ന ടൈമിലാണ് ഞാൻ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഒരാളിനെ കാണാൻ വേണ്ടി പോയതായിരുന്നു. കണ്ട് തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാനും ഇവിടെ ആൾക്കൂട്ടം കാണുന്നത്. അപ്പോൾ തന്നെ ഞാൻ വണ്ടി സൈഡാക്കി ഞാൻ അവിടെ ഞാനും പോയി അവർ പോലീസുകാരും നാട്ടുകാരും എല്ലാവരും കൂടി അതിനെ കെട്ടി വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനും എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ഞാനും കുറേ വലിച്ചു നോക്കി. പക്ഷെ ആൾ മുകളിലേക്ക് കയറുന്നില്ല എന്നല്ല, അത്രത്തോളം ബാറുണ്ട്. കാരണം 500-600 കിലോൻ്റെ അടുത്ത് ഈ ബാറുള്ള ഈ സാധനത്തിന് ഈ അകത്ത് പെട്ട് കഴിഞ്ഞാൽ ഇതിന് മുകളിലേക്ക് വലിച്ച് കയറ്റാൻ കുറച്ച് പാടാണല്ലോ. അങ്ങനെ അവർ അതിനെന്ത് കാട്ടി, ഒരു ഏണിയും മുളയൊക്കെ കനാലിനകത്ത് വെച്ച് സ്റ്റെപ്പ് പോലെ ആക്കി മുകളിലേക്ക് കയറ്റാൻ വേണ്ടി ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. കാണുന്നില്ലേ? അങ്ങനെ മുകളിലേക്ക് കയറ്റാൻ വേണ്ടി കുറേ നേരം നോക്കി, പക്ഷെ അതിന് കയറാൻ പറ്റുന്നില്ല. കാരണം പഴയ ഇരുമ്പാണ്, കാല് വെച്ചത് അത് പൊട്ടിപ്പോയി. പിന്നെ മുളയൊക്കെ അങ്ങോട്ട് നീങ്ങിപ്പോയി. പോലീസുകാരും പിന്നെ അതേപോലെ നാട്ടുകാരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കണം, പക്ഷെ പറ്റുന്നില്ല. മാടാണെങ്കിൽ ഒരുപാട് തവണ കയറി ക്ഷീണിച്ച് തളർന്ന് കിടക്കുകയാണ്. പക്ഷെ നമ്മളെല്ലാവരും ഇതിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഇതിനെങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഒരുപാട് നേരത്തെ പരിശ്രമം വിജയിച്ചു. അവസാനം മാടിനെ വലിച്ച് എല്ലാവരും മുകളിലേക്ക് കയറ്റിയിട്ടാണ്. മുകളിലേക്ക് വലിച്ച് കയറ്റുന്നത് വീഡിയോ എടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഞാനും വലിച്ച് കയറ്റുന്ന ഒരു മെമ്പറാണ് കേട്ടോ. കാരണം ഞാനും വലിച്ച് കയറ്റാൻ വേണ്ടി പോയതാണ്, അല്ലാതെ ഞാൻ വീഡിയോ മാത്രം എടുത്തുകൊണ്ടിരിക്കുകയല്ല. അങ്ങനെ മാടിനെ വലിച്ച് മുകളിലേക്ക് കയറ്റി അത്യാവശ്യം നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ട്. ക്ഷീണം ഇല്ലാന്നുണ്ട് പറഞ്ഞാൽ ഇപ്പോൾ അത് മുകളിൽ കയറിയെന്ന് വെച്ചാൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. കുതിര ചാടി ഓടുന്നത് പോലെ അങ്ങോട്ട് ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെട്ടാണ്. പക്ഷെ അതിന് നല്ല ക്ഷീണമുണ്ട്. അതുകൊണ്ടാണ് അതിങ്ങനെ മെല്ലെ നടന്ന് അങ്ങനെ പോകുന്നത്. നിങ്ങൾ കാണുന്നില്ലേ? കാണുമ്പോൾ തന്നെ എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. കാരണം 2 ദിവസമായിട്ട് അതിനകത്ത് ആൾ പെട്ടുപോയി. ഇനി ആൾ ഒരിക്കലും ഈ പരിസരത്ത് വരുന്നു തോന്നിയില്ല. അവിടെയുള്ള നാട്ടുകാരും അതേപോലെ തന്നെ ഫയർ സർവീസിലുള്ള എല്ലാ സാറുമാരും ചേർന്ന് നിന്നിട്ടാണ് ആ മാടിനെ രക്ഷപ്പെടുത്തിയത് കേട്ടോ. കാരണം മാടിനെ രക്ഷപ്പെടുത്തിയതിൻ്റെ സന്തോഷം എല്ലാവരുടെ മുഖത്തും കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ സാറുമാരോട് പറഞ്ഞു, സാറേ ഞാൻ ഒരു യൂട്യൂബറാണ്, ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് വെച്ചപ്പോൾ സാറുമാരൊക്കെ സമ്മതിച്ചു കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക, ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്ന നമ്മുടെ മൂരിക്കുട്ടി ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞ് അറിയാതെ കുഴിയിൽ കിടന്ന് ഉറങ്ങിപ്പോയി. അങ്ങനെ ഉറങ്ങിപ്പോയി നമ്മുടെ മൂരിക്കുട്ടിയെ തട്ടി ഉണർത്തി വീട്ടിലേക്ക് പറഞ്ഞു വിട്ട സാറുമാർക്ക് എൻ്റെ വക ഒരു ബിഗ് സല്യൂട്ട്. ഓക്കെ.